യെസ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. റീഡിങ്ങിൻ്റെ തന്നെ ലൈവ് സെഷനാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സെഷനാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ എക്സാം വരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ടുള്ളൊരു എന്താ പറയുക ക്ലാസ് അല്ലേ, നിങ്ങൾ എന്തൊക്കെ മറന്നു പോയിരിക്കുന്നു, എന്തൊക്കെയാണ് എക്സാമിന് ഓർത്തെടുക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സസ് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് റീഡിങ്ങിൻ്റെയാണ് നമ്മൾ ആദ്യം ഇവിടെ തുടങ്ങുന്നത് അല്ലേ. ഒയിച്ച് റീഡിങ് ക്വിക്ക് റീക്യാപ്പ് ബിഫോർ എക്സാം. ഒരു ക്വിക്ക് റീക്യാപ്പ്, ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിനെ ഒന്ന് റിക്കളക്ട് ചെയ്യുവാണ്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെല്ലാം നമുക്കറിയാം, കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ഓർത്ത് വെച്ചാൽ അവിടെ നമ്മളത് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമീസ് ഒയിറ്റ് റീഡിംഗ് ലൈവ് സെഷൻ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ സ്ഥിരമായി റീഡിങ് റൈറ്റിംഗ് എല്ലാത്തിൻ്റെയും ലൈവുകൾ 4 മൊഡ്യൂളിൻ്റെ ലൈവൊക്കെ കണ്ടിട്ട് എല്ലാം പഠിച്ചിരിക്കുന്നതാണ്. പിന്നെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് രണ്ടും കണ്ടിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം രണ്ടു കൂട്ടർക്കും ആരൊക്കെയാണോ എക്സാം എഴുതാൻ പോകുന്നത്, ഇനിയും എക്സാം ഒരു നിയർ ഫ്യൂച്ചറിൽ എക്സാം എഴുതാനായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടാവുമല്ലോ. എക്സാം എന്നുള്ളൊരു ഒയിറ്റിക്ക് ചേരുമ്പോഴേ നമുക്ക് എക്സാം എന്ന് പറയുന്ന ഒരു തോട്ടാണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അതിന് എക്സാം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മൈൻഡ് ഗെയിമും കൂടിയാണ് അല്ലേ. നമ്മൾ കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കതിനെ എങ്ങനെ അവിടെ ഫ്രൂട്ട്ഫുൾ ആക്കാം, എന്തൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അന്നത്തെ ദിവസം എക്സാം ഡേയിൽ, പ്രത്യേകിച്ച് നമ്മുടെ റീഡിങ്ങിൻ്റെ എക്സാമിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെ അപ്ലൈ ചെയ്യാം. റീഡിങ്ങിനെ സംബന്ധിച്ചോളം റീഡിംഗ് ലിസൺ എന്ന് പറയുമ്പം നമുക്കൊന്നും ബൈഹാർട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു എക്സാമും അല്ല. ഒരു കുറേ ഫ്രേസസ് പഠിക്കാം, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് പഠിച്ചിട്ട് പോകാം, നടക്കുമോ? ഇല്ല. അപ്പോൾ ആ ദിവസം എക്സാമിന് കിട്ടുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഏതൊക്കെയായിട്ട് വളരെ വൈസായിട്ടല്ലേ, ഭയങ്കര സ്ട്രാറ്റജിക്കൽ രീതിയിൽ നമുക്കതിനെ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രധാനമായിട്ട് ഓർക്കണം എന്നുള്ളതാണ്. ഒരാൾ എക്സാമിന് പോകുമ്പോൾ ആദ്യം അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എക്സാമിൻ്റെ പാറ്റേൺ ആണ് ഫസ്റ്റ് അറിയേണ്ട കാര്യം. പാറ്റേൺ ഓഫ് എക്സാം. ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മൾ എക്സാമിൻ്റെ ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് എക്സാം, അല്ലെങ്കിൽ ഇത് അറേഞ്ച്മെൻറ്റ് ഓഫ് എക്സാം. OET റീഡിങ് അല്ലേ, നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് പറയാനുള്ള സമയമില്ല. OET റീഡിങ്ങിലേക്ക് പോകുമ്പോൾ OET റീഡിങ്ങിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലേ, അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, ഡീറ്റെയിൽസ്, അതായത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വരുന്നു ഓരോ പാർട്ടിനും, അതിൻ്റെ ഓരോ പാർട്ടിനും വേണ്ടിയിട്ടുള്ള ടൈം അലോക്കേഷൻസ്, ഇതെല്ലാം കൂടിയാണ് പാറ്റേൺ അല്ലേ. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് പ്രിപ്പറേഷൻ. ഒരു പ്രിപ്പറേഷൻ ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. പാറ്റേൺ എന്ന് പറയുമ്പോഴാണ് നമുക്ക് നേരത്തെ തന്നെ വി ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ദ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്, ആൻഡ് ഓർഗനൈസ് ദെയർ സ്റ്റഡി സ്ട്രാറ്റജീസ് അക്കോർഡിംഗ്ലി. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ വി ക്യാൻ ഓർഗനൈസ് ദെയർ സ്ട്രാറ്റജീസ് അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് സ്ട്രാറ്റജീസ് ഓർഗനൈസ് ചെയ്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റും, പ്ലാൻഡായിട്ട് പോകാൻ പറ്റും. അതാണ് എക്സാമിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കുക. ദ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ഈസ് വെരി എസെൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടുത്തെ എക്സാമിൻ്റെ പാറ്റേൺ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കൊന്നു പുതുതായിട്ട് ചേരുന്ന ഒരാൾക്ക് മാത്രമേ പാറ്റേൺ എന്താ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല എന്നുള്ളൂ. പക്ഷേ പാറ്റേൺ നമുക്കറിയാം. എന്താണ് OETയുടെ പാറ്റേൺ എന്ന് പറയുന്നത്? OETക്ക് ഒരു 1 hour എക്സാമിനേഷനാണ് അല്ലേ. 3 പാർട്ടുകളുണ്ടാവും. ഈ 1 hour കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. ഇതിനകത്ത് വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞാൽ എ പാർട്ട് എന്ന് പറയുന്നത് അതിനകത്തൊരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 7 ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ റൈറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ എഴുതേണ്ടതാണ്. ആദ്യത്തെ 7 ക്വസ്റ്റ്യൻസിലെ ലെറ്റേഴ്സ് മാത്രം എഴുതിയാൽ മതി. 8 to 20 വേർഡ്സ് ഓർ ഫ്രേസസ് എഴുതണം. അത് കഴിയുമ്പോഴത്തേക്കും പാർട്ട് ബി വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. അവിടുത്തെ ഇതെന്ന് പറയുന്നത് സർക്കിള് ഷെയ്ഡ് ചെയ്ത് പോവണം, സർക്കിൾ ഷെയ്ഡ് ചെയ്യണം അല്ലേ. സിയിൽ വരുമ്പോഴത്തേക്കും സെയിം ലൈക്ക് ബി, പക്ഷേ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഡിഫിക്കൽട്ട് ഓപ്ഷൻസാണ്. അവിടെ 4 ഓപ്ഷൻസ് വരുന്നു, അതിൽ നിന്ന് റൈറ്റ് ആൻസർ ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മളടുത്ത് അറിയേണ്ടത്. കാരണം എയിൽ റീസീസ് കണ്ടീഷൻസോ അത്ര ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യില്ല. ബിയിൽ വരുമ്പോഴത്തേക്കും വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള 6 ടെക്സ്റ്റുകൾ 6 ഡോക്യുമെൻറ്റുകൾ നമുക്ക് തരുന്നു. അതിൽ നിന്ന് 3 ഓപ്ഷനുള്ള മൾട്ടിപ്പിൾ ചോയ്സ്, അങ്ങനെ 6 ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നു. സിയിൽ പോകുമ്പോഴത്തേക്കും റിസർച്ചാണ്, മെഡിക്കൽ റിസർച്ചാണ് അവിടുത്തെ ജനറൽ അടുത്ത മാറ്റർ ഓഫ് ഡിസ്കഷൻ അല്ലേ. ജനറലി ഇറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കൽ റിസർച്ച് ആയിരിക്കും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് 2 ലെങ്തി ടെക്സ്റ്റ് തരുന്നു. അവിടെ 16 ക്വസ്റ്റ്യൻസ് ചെയ്യണം. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് OET റീഡിങ്ങിൻ്റെ. എക്സാമിന് പോകുന്നവരും OET റീഡിങ് തുടങ്ങാൻ പോകുന്നവരും നിയർ ഫ്യൂച്ചറിലേക്ക് എക്സാം എഴുതണം എന്ന് റെഡിയാവുന്നവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും OET എന്ന് പറയുന്ന
ഒരു ഡ്രീം വരുമ്പം തന്നെ നമ്മൾ അറിയേണ്ടത് 4 മൊഡ്യൂളിലെ റീഡിങ്ങിൻ്റെ പാറ്റേൺ എന്താണെന്നാണ്. റീഡിങ്ങിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് പാറ്റേൺ ആണ്. സോ പാറ്റേൺ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇതാണ് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ. ഇത് അറിഞ്ഞ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് അറിഞ്ഞാലേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ഹൗ ടു ആൻസർ അല്ലേ, അവർക്ക് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അപ്രോച്ചിൽ പോകാനായിട്ട് പറ്റും. സ്ട്രാറ്റജീസ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻസ് അവർക്ക് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും നേരത്തെ തന്നെ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം, അത് നിങ്ങൾക്കറിയാം. ആൻഡ് സെക്കൻഡ് വൺ, അപ്പം നമ്മൾ പറഞ്ഞു ടൈമൊക്കെ നമുക്കറിയാം, അലോട്ടഡ് ടൈമൊക്കെ നമുക്കറിയാം, പക്ഷേ ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മൾ അറിയേണ്ടത് അല്ലേ. ടൈം മാനേജ് എന്ന് പറയുമ്പം നമ്മുടെ സ്കില്ലാണത്. സ്കിൽ ഓഫ് എഫിഷ്യൻ്റ്ലി അലൊക്കേറ്റിംഗ് ദ ഗിവൺ ടൈം ടു കംപ്ലീറ്റ് എന്താണ് ദ സെഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം. ആ തന്നിരിക്കുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ആ ഗിവൺ ടൈമിനുള്ളിൽ തന്നിരിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസും ചെയ്തു തീർക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്തിരിക്കണം, അല്ലാതെ വെറുതെ നമുക്കങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുമോ. പ്ലാൻഡ് ആയിരിക്കണം. ഹൗ മച്ച് ടൈം ടു സ്പെൻഡ് ഓൺ ഈച്ച് ക്വസ്റ്റ്യൻ അല്ലേ. ടൈം മാനേജ്മെൻറ്റ് അറിയത്തില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുഴങ്ങിപ്പോവും അല്ലേ. ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, എന്തിന് ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് ഡ്യൂറിങ് എക്സാമിനേഷൻ ഹെൽപ്സ് എന്ത് പ്രിവെൻറ്റ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആൻഡ് അലൗസ് ഫോർ എ മോർ തറവ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് അപ്രോച്ച്. റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ഇതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. സമയം കഴിഞ്ഞു പോയി അല്ലേ, ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ല. OIT റീഡിങ്ങിൻ്റെ പാർട്ടേ വന്നപ്പോഴത്തേക്കും 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സമയമില്ല, നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അല്ലേ, നോർമലാണ്, എല്ലാവരും കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓരോ ക്വസ്റ്റ്യനും എത്രമാത്രം സമയം വേണം എന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട് എ ആണെങ്കിൽ പാർട്ട് എയിൽ എന്തുണ്ട്, നമുക്ക് പാർട്ട് എയിൽ 20 ക്വസ്റ്റ്യൻസ് വിതിൻ 15 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേണം ഒരു ക്വസ്റ്റ്യന് നമുക്കുള്ള ടൈം 1 മിനിറ്റ് ഉണ്ടോ, ഇല്ല, ലെസ് ദാൻ എ മിനിറ്റ്, 45 സെക്കൻഡ്സ് ആണ്. കറക്റ്റ് 15 മിനിറ്റ്സിനെ 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് ഒരു 45 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് അത്രേ സമയമേ ഉള്ളൂ. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രയാണ് 45 ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരണം 45 സെക്കൻഡ്സേ ഉള്ളൂ, അതിലധികം എടുക്കാനായിട്ട് പാടില്ല. അപ്പം ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് അല്ലേ. എക്സാമിൻ്റെ ഫോർമാറ്റ് അറിയണം, ടൈം മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് പാർട്ട് ബി ആൻഡ് സി ഒരുമിച്ചാണെങ്കിൽ പോലും 45 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അല്ലേ, ഞാനങ്ങനെ പോലും എന്ന് പറയുന്നത് എന്താ, ടുഗദർ അല്ലെങ്കിൽ ഇൻ ടോട്ടൽ വി ഹാവ് 45 മിനിറ്റ്സ്. പക്ഷേ അന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ബിക്ക് കുറച്ചധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് സി ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇഫക്റ്റീവായിട്ട് നമ്മൾ അതിനെ രണ്ടുപേർക്കും ഈക്വലി ടൈം ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ വരും. നമ്മൾ ക്വസ്റ്റ്യൻ്റെ എണ്ണവും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ടി ലെവലും നോക്കിയിട്ട് പാർട്ട് ബിക്ക് ഒരു 10 മിനിറ്റ്സും പാർട്ട് സിക്ക് ഒരു 35 മിനിറ്റ്സും അലക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ലാതെ അവിടെ ആൻസർ ചെയ്യാം. ഈ ഒരു പ്ലാനിങ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. ഫോർമാറ്റ് അറിയാം, ടൈം മാനേജ്മെൻറ്റ് അറിയാം. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണമെന്നും ഓരോ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം വേണമെന്നും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അടുത്തെന്ന് പറയുന്നത് വേറൊരു കാര്യം റീഡിങ്ങിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് റീഡിങ്ങിൻ്റെ ABC. ഇതിലെ A എന്ന് പറയുന്ന സെപ്പറേറ്റ് പാർട്ടാണ്, B ആൻഡ് C ടുഗദർ ആണ്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. കാരണം റീഡിംഗ് ആയിട്ട് വരുമ്പോൾ ഇത് റീഡിങ്ങും ലിസണിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, ഒരു കൺഫ്യൂഷൻ വരും. അവിടെ റീഡിങ്ങും ലിസണിങ്ങും രണ്ടുപേർക്കും ഒരേ ഏകദേശം ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഒരുപോലെയാണ്, സ്കോറിംഗ് എല്ലാം ഒരുപോലെയാണ്, ഇൻക്ലൂഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേണൊക്കെ ഏകദേശം ഒരുപോലെ ഷെയർ ചെയ്യുന്ന 2 മൊഡ്യൂളാണ് റീഡിങ്ങും ലിസണിങ്ങും. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. റീഡിങ്ങിലേക്ക് വരുമ്പോൾ റീഡിങ്ങിൻ്റെ A പാർട്ട് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് അല്ലേ. മറ്റുള്ള പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അതിനൊരു സെപ്പറേറ്റ് ടൈം അല്ലേ, സെപ്പറേറ്റ് ബുക്ക്ലെറ്റ്സ്, അത് കംപ്ലീറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ട് മാത്രമേ B ആൻഡ് C വരുന്നുള്ളൂ. അല്ലാതെ ഒറ്റ ബുക്ക്ലെറ്റിൽ A Bയും Cയും റീഡിങ്ങിൻ്റെ എക്സാം ആണെന്ന് പറഞ്ഞ് 42 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് തരുന്നില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? സുബി സന്തോഷ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമീസ് OIT റീഡിംഗ് ലൈവ് സെഷൻ. എന്താ പറയുന്നത്, നമ്മൾ സാധാരണ വെനസ്ഡേയ്സിൽ നമ്മുടെ നോർമൽ ലൈവുകൾ പോകുന്നുണ്ട്. ഇത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ് ജൂനിഷ, വെരി ഗുഡ് മോർണിംഗ്. ജോയ് തോമസ്, യെസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്ക് യു. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് അറിഞ്ഞതിൽ ജോയ് പ്രത്യേകം സന്തോഷം. ജോഷി ഗുഡ് മോർണിംഗ്. ടീന ലിജോ ഗുഡ് മോർണിംഗ്. അഞ്ജു അമൽ, ജസീന, റെജീന, ജ്യോതി ഷിബു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. പ്രിയ വർഗീസിനും എല്ലാവർക്കും. ഞാൻ കുറച്ച് പേരുകൾ ഇങ്ങനെ വേഗം കമൻറ്റുകൾ നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ശ്രീകല ദിലീപ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
ലൈവ് വാച്ച് ചെയ്യുന്നവർക്ക് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ടൈം ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ അറിയാത്തത് കൊണ്ട് ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് നോ ഇഷ്യൂസ്. നമുക്ക് അവൻ്റെ റെക്കോർഡഡ് സെഷൻ നമ്മുടെ 2 പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എവിടെയാണ്? ഫേസ്ബുക്കിലും യൂട്യൂബിലും. ലേറ്റർ ഓൺ നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ കാണാം. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും സപ്പോർട്ടും അത് പറയാതെ വയ്യ. അതിന് പ്രത്യേകം ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ടീം ഓഫ് ടിജൂസ് അക്കാഡമി ഞാൻ നിങ്ങൾക്ക് താങ്ക് യു പറയുന്നു. യെസ്, വിനോദിന് എക്സാമാണ്. യെസ് വിനോദ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്താ പറയുന്നത്, വിനോദിന് കറക്റ്റായിട്ട് വിനോദ് ഇത്രയും നാളെടുത്ത എഫേർട്ട്, ഹാർഡ് വർക്ക്, അത് ഈ സാറ്റർഡേയിൽ അത് കൊണ്ടുപോയി കറക്റ്റായിട്ട് അവിടെ അപ്ലൈ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് റീഡിങ്ങിന് നമ്മളിതിപ്പം നമ്മുടെ റീഡിങ്ങിൻ്റെ ആദ്യത്തെ എക്സാം ടിപ്സ് അല്ല ഞാനിപ്പം ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക്കുകളോ സ്ലൈഡുകളോ പോലും പോകാത്തതിൻ്റെ കാരണം എന്താ, ഓൾറെഡി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ലൈവുകൾ, എക്സാം പ്രിപ്പറേഷൻ ലൈവുകൾ പ്രത്യേകം കാണണം, 1 തൊട്ടിട്ടുള്ള കേട്ടോ. എക്സാം പ്രിപ്പറേഷൻ്റെ പ്രത്യേകം കാണണം. എക്സാം എഴുതുന്നവർ അതൊന്നും കണ്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ടൈമിൻ്റെ കാര്യം പറഞ്ഞു, എ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നതല്ലേ. അപ്പം ഇതിൻ്റെ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, പാർട്ട് എയിൽ നമ്മൾക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്, 2 ബുക്ക്ലെറ്റ്സ്. വിൽ ഗെറ്റ് 2 ബുക്ക്ലെറ്റ്സ് ഓൺ അവർ ടേബിൾ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എ പാർട്ടിൻ്റെ ടെക്സ്റ്റാണ്, റീഡ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഉണ്ട്. വിൽ ഗെറ്റ് 4 ടെക്സ്റ്റ് ഇൻ എ പാർട്ട് അല്ലേ. ആ 4 ടെക്സ്റ്റും അതാണ് ഒരു ബുക്ക്ലെറ്റ്, ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് എന്ന് നമുക്കതിനെ പറയാം. ആൻഡ് ദി സെക്കൻഡ് ബുക്ക്ലെറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബുക്ക്ലെറ്റ്. അതായത് ക്വസ്റ്റ്യൻ ഉണ്ട്, വി ഹാവ് ടു റൈറ്റ് ദ ആൻസർ കേട്ടോ. ആൻസർ എഴുതാനുള്ള സ്പേസും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിൻ്റെ താഴെയോ അതിൻ്റെ സൈഡിലൊക്കെ ആൻസർ എഴുതാനുള്ള ലൈനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ അവിടെ ബ്ലാങ്ക് സ്പേസ് ഇട്ട് തരുന്നു. അപ്പോൾ 2 ബുക്ക്ലെറ്റുകൾ ക്ലിയർ ആയോ. എ പാർട്ട് യു വിൽ ഗെറ്റ് 2 ബുക്ക്ലെറ്റ്സ്. ഒരു കൺഫ്യൂഷനും പാടില്ല. എ പാർട്ടിന് വേണ്ടി 2 ബുക്ക്ലെറ്റ് ഉണ്ട്. എ പാർട്ട് ഒന്നേ ഉള്ളെങ്കിൽ 2 ബുക്ക്ലെറ്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തു വിത്തിൻ 15 മിനിറ്റ്സ് നിങ്ങളുടെ എക്സാമിനർ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം, റിട്ടേൺ ചെയ്യണം. കേൾക്കുന്നുണ്ടോ? അത് റിട്ടേൺ ചെയ്തതിന് ശേഷമേ നമുക്ക് പാർട്ട് ബി ആൻഡ് പാർട്ട് സി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയാം. ഒരു കാരണവശാലും അവിടെ നിങ്ങൾ എക്സ്ട്രാ ടൈം യൂസ് ചെയ്യാനോ വീണ്ടും ടൈം കഴിഞ്ഞതിന് ശേഷം റീഡ് ചെയ്യാനോ പെൻസിൽ എടുക്കാനോ അവർ പറയുന്ന കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ മാൽ പ്രാക്ടീസിനുള്ള പണിഷ്മെൻറ്റ്സ് വാങ്ങിക്കാൻ പാടില്ല അവിടെ. അത് നമ്മുടെ അത്രയും നാളത്തെ ഹാർഡ് വർക്ക് അവിടെ വെച്ചിട്ട് തീരും. ഓക്കെ, അപ്പം എ പാർട്ടിൻ്റെ മനസ്സിലായല്ലോ. ബി ആൻഡ് സിക്ക് ഒറ്റ ബുക്ക്ലെറ്റേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 22 അവിടെ ആയിരിക്കും, 1 to 20 എ പാർട്ടിലും ആയിരിക്കും. എക്ക് 2 ബുക്ക്ലെറ്റ് കൊണ്ടുപോകുന്നു, തിരിച്ചു പോയിട്ടേ ഉള്ളൂ ബി ആൻഡ് സി തരുള്ളൂ. അപ്പം എയിലെ എന്തെങ്കിലും ഡൗട്ട്സ് എയിൽ റീചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാമിനേഷൻ അയാൾ റീചെക്ക് ഇറ്റ്, അല്ലെങ്കിൽ ഞാനത് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെക്ക് ചെയ്യും, വായിച്ചു നോക്കും, പ്രൂഫ് റീഡിങ് നടക്കത്തില്ല. 15 മിനിറ്റ്സിനുള്ളിൽ വേണം അത് ചെയ്യേണ്ടത്. ലേറ്റർ ഓൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം എ പാർട്ട് നമ്മുടെ എക്സാമിനർ വാങ്ങിച്ചുകൊണ്ട് പോകും. യെസ്, ജ്യോതി സാജൻ, ബിജി, സവിത, സിനി ജോൺ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ഓക്കെ, അപ്പോൾ എ പാർട്ട് മനസ്സിൽ വിചാരിക്കും, വിഷ്വലൈസ് ചെയ്യുക. എക്സാമിന് പോയി 2 ബുക്ക്ലെറ്റ് കിട്ടി, എ പാർട്ട് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്ക്, അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരും കേട്ടോ. എ പാർട്ട് കഴിഞ്ഞിട്ട് എ പാർട്ടിൻ്റെ ബുക്ക്ലെറ്റ് അവർ നമ്മളുടെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബി ആൻഡ് സിയുടെ ബുക്ക്ലെറ്റ് നമുക്ക് തരുന്നു. പിടികിട്ടിയോ? അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ്, ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് വരെ വന്നേക്കാം, നമുക്കറിയില്ല. എന്തായാലും ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ വരും. അല്ല, നേരത്തെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ഈച്ച് സെൻറ്റർ അവിടുത്തെ ഇൻ്റർലോക്യൂട്ടേഴ്സിൻ്റെയും എക്സാമിനേഴ്സിൻ്റെയും എല്ലാം അവൈലബിലിറ്റി അനുസരിച്ച് അതിനകത്ത് മാറ്റം വരാം. പക്ഷേ എന്തായാലും അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇത് എ പാർട്ടിനും ബി ആൻഡ് സിക്കും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയാമോ? ഗ്യാപ്പ്, ടൈം ഗ്യാപ്പ് അല്ലേ. എന്താ കാര്യം? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 പാർട്ട് ഓഫ് ദ എക്സാമിനേഷൻ നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം അല്ലേ. അത് നമ്മുടെ മോട്ടിവേഷനെ ബൂസ്റ്റ് ചെയ്യുക, കോൺഫിഡൻസും മോട്ടിവേഷനും ബൂസ്റ്റ് ചെയ്യാനുള്ള പാർട്ടാണ്. അവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില അഫർമേഷൻസ് വേണം. അത് നിങ്ങളെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കേപ്പബിലിറ്റിയെ കുറിച്ച് ആലോചിച്ച് ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് അല്ലേ. ആ സമയത്ത് അവിടെ വന്നിട്ട് യെസ് യു ക്യാൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെ വന്ന് നമ്മളെ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ ഇല്ല അവിടെ ആരും അല്ലേ. അതിന് മുമ്പൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മോട്ടിവേഷൻ കിട്ടി, നമ്മളെ SI ക്യാൻ പറഞ്ഞ് അല്ലെങ്കിൽ SV ക്യാൻ പറഞ്ഞ് അവിടെ എത്തിയ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ SI ക്യാൻ അവിടെ വീണ്ടും ആവശ്യമാണ്, ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ആവശ്യമാണല്ലേ. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ആ ഒരു ടൈം ഗ്യാപ്പിൽ റിലാക്സേഷൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെ അതായത് ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക്, നിങ്ങളോട് തന്നെ സംസാരിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്.
അതായത് ഈ ബ്രേക്സ് ഉണ്ടല്ലോ ഡ്യൂറിങ് എക്സാം സെഷൻസ്, അത് വാല്യുബിൾ ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് ആൻഡ് അപ്രോച്ച് ദ നെക്സ്റ്റ് പാർട്ട്. കഴിഞ്ഞു, റീസെറ്റ് ചെയ്തിട്ട് അടുത്ത പാർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വാല്യുബിൾ ഓപ്പർച്യൂണിറ്റിയാണത്. അതായത് നമ്മുടെ എനർജി റിന്യൂ ചെയ്യുകയാണ്, കോൺഫിഡൻസ് കൂട്ടുകയാണ്, അല്ലേ? അല്ലാതെ ഒരിക്കലും നമുക്ക് എ പാർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എനർജി കുറച്ച് പോയി എന്നുള്ളതല്ല. വി റിന്യൂവിങ് അവർ എനർജി ആൻഡ് ബൂസ്റ്റിംഗ് അവർ കോൺഫിഡൻസ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ചെയ്യാം? അവിടെ കൂടുതലായിട്ട് എൻ്റെ കുട്ടികളല്ലേ, ഞാൻ എൻ്റെ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ സ്റ്റുഡൻസ്. കുറേ നാളായിട്ട് നമ്മൾ OIT സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നു, എക്സാം എഴുതുന്നു, അല്ലേ? കുറേ പേര് സ്ഥിരമായി എത്ര പറഞ്ഞിട്ടും അവർ ഫേസ് ചെയ്യുന്നൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ കോൺഫിഡൻസ് താഴ്ന്നു പോകുക, എക്സാം ഫിയർ, അല്ലേ? ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ എല്ലാവർക്കും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാർട്ട് ചിലപ്പോൾ ടഫ് ആവാം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഏതൊക്കെ ആൻസർ നമുക്ക് തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലത് നമുക്ക് ആൻസേഴ്സ് ഷുവർ അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആർട്ടിക്കിൾ ഇട്ടായിരുന്നോ, അൺനെസസറി വേർഡ്സ് അവിടെ വന്നിരുന്നു എന്നൊക്കെയുള്ള തോട്ടുകൾ നമുക്ക് പാർട്ട് കഴിയുമ്പോൾ വരും. പക്ഷേ ആ തോട്ട് അവിടെ നിർത്താൻ നമ്മൾ പഠിക്കണം. പിടികിട്ടിയോ? ആ തോട്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ പാടില്ല. കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ കാര്യങ്ങളല്ല അവിടെ വേണ്ടത്, പാസ്റ്റിലെ തന്നെ നല്ല കാര്യങ്ങളാണ് നമ്മളവിടെ കൂടെ. അപ്പോൾ നമുക്കതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം, അല്ലേ? ഒരു ഫ്യൂ മൊമെൻറ്റ്സ് എടുത്തിട്ട് ഒരു ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നെർവ് അങ്ങ് കാമാവും അപ്പോഴത്തേക്കും. ആൻഡ് പ്രൊമോട്ട്സ് എ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ്, അല്ലേ? നെർവിനെ ഒന്ന് ടെൻഷൻ എടുത്ത് തിളച്ചിരിക്കുന്ന നെർവിനെ നമുക്ക് എന്താക്കണം? യു ഹാവ് ടു കാം ഇറ്റ്. ആൻഡ് എന്ത് വേണം നമുക്ക്? വി നീഡ് ടു പ്രൊമോട്ട് എ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ്. റീഡിങ്ങിന് ഏറ്റവും അത്യാവശ്യം എന്താ? ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട സ്ഥലത്ത് മാത്രം. അവിടെ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവാൻ പാടില്ല. കണ്ടോ? അപ്പോൾ അവിടെ വി ഹാവ് ടു സ്റ്റേ പോസിറ്റീവ് ആവുക. പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ. അവിടെ നിന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാം? ഫോക്കസ് ഓൺ വാട്ട് യു നോ. നമുക്ക് എന്തൊക്കെ അറിയാം, റാദർ ദാൻ വാട്ട് യു, അല്ലെങ്കിൽ വാട്ട് യു ആർ വറിയിങ് അബൌട്ട്, അല്ലെങ്കിൽ വാട്ട് യു ഡോണ്ട്. അതിലേക്ക് പോകരുത്. ഫോക്കസിങ് ഓൺ വാട്ട് യു നോ rather than worrying about what you don't, അല്ലേ? നമുക്ക് അറിയാത്ത കാര്യം ഓർത്ത് വറി ചെയ്യുന്നതിനേക്കാളും എന്തൊക്കെ അറിയാം. കാരണം കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പോസിറ്റിവിറ്റി. അപ്പോൾ അവിടെ ഇരുന്ന് തെറ്റിപ്പോയല്ലോ എന്നുള്ളതല്ല, പാർട്ട് ബിയിൽ നമുക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കും, എന്തൊക്കെ നമ്മൾ ഇത്ര നാൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ചെയ്യേണ്ടത് റീകളക്ട് വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് പ്രൊവൈഡ്സ് എ കോൺഫിഡൻസ് ബൂസ്റ്റ്. ഇത്ര നാൾ നിങ്ങൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ, തെറ്റിപ്പോയ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാതെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നാലും നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ എക്സാമിനേഷന് പോകുന്നത്. സോ റീകളക്ട് വാട്ട് യു ഹാവ് ലേൺഡ് ആൻഡ് പ്രൊവൈഡ്സ് എ കോൺഫിഡൻസ് ബൂസ്റ്റ്, അല്ലെങ്കിൽ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. മനസ്സിലേക്ക് കൊണ്ടുവരിക. വിഷ്വലൈസ് യുവർ സക്സസ്. ഞാൻ ജയിക്കുന്നതായിട്ട്, ഞാനെല്ലാം എഴുതുന്നതായിട്ടല്ലേ? പിക്ചർ യുവർ സെൽഫ് സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദ എക്സാം. ഇത്രേ ഉള്ളൂ. മനസ്സിനകത്ത് വിചാരിക്കും ഞാൻ സക്സസ്ഫുള്ളായിട്ട് ഈ എക്സാം എഴുതി തീരും. സക്സസ്സിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. വിഷ്വലൈസേഷൻ ക്യാൻ ക്രിയേറ്റ് പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റ്. പിടികിട്ടിയോ? അവിടെ ഇരുന്ന് കാണുക. 2 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ് എത്ര ആയിക്കോട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് എന്തറിയത്തില്ല, എന്ത് തെറ്റിപ്പോയി, എന്ത് സംഭവിച്ചു എന്നോർത്ത് വറി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സക്സസ്സിനെ വിഷ്വലൈസ് ചെയ്യുക, അല്ലേ? ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാമായി, ഓക്കെ ആയി, കോൺഫിഡൻ്റ് ആയി. പാർട്ട് ബി ആൻഡ് സി വരുമ്പോഴത്തേക്ക് നേരിടാൻ, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഞാൻ ഔട്ട് ഓഫ് സിലബസ് പോകാൻ. ഒരിക്കലുമല്ല. ഇതെല്ലാം നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചില 4 മൊഡ്യൂൾ എടുത്ത് വെച്ചിട്ടൊരു ടെസ്റ്റ് പോലെ ഒന്ന് ഒരുമിച്ച് ഒരു ദിവസം ഒരുമിച്ച് എല്ലാ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണിത്. എല്ലാം എക്സ്പീരിയൻസിൻ്റെ ബേസാണ്. യെസ്, ക്രിസ്റ്റീന, ജ്യോതിയൊക്കെ പറയുന്നത് യെസ് അല്ലേ? നമ്മളെല്ലാവരും. ഇപ്പം ഞാനാണെങ്കിൽ പോലും എവറി ടീച്ചർ വാസ് വൺസ് എ സ്റ്റുഡൻറ്റ്. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയാറുള്ള കാര്യമാണ്. ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഒരു കാലത്ത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. എക്സാം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇഷ്യൂസാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ പ്രശ്നം വരുന്നത്. കാരണം കൂടുതൽ കുട്ടികൾ പാർട്ട് കഴിയുമ്പോൾ തന്നെ പാർട്ടിലെ തെറ്റിയ ഒരു ക്വസ്റ്റിനെ ഓർത്തിട്ട് അവർ വറി ചെയ്യുകയാണ്. പക്ഷേ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ മൈൻഡിനെ ഡിസ്റ്റർബ്ഡ് ആക്കും. നമുക്കെന്ത് വേണം? കാമായിട്ടുള്ള മൈൻഡും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുമാണ് വേണ്ടത്. മൈൻഡ് ഗെയിമാണ് എക്സാം, കേട്ടോ? അപ്പോൾ ഇതെല്ലാം പറഞ്ഞു നമ്മൾ ആ ടൈം ഞാൻ ഓർഡറിലേക്ക് പോകണം. നമ്മളൊരു എക്സാമിനെ ഇവിടെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ബി ആൻഡ് സിയിലേക്ക് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അതിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനമായിട്ടും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. പിന്നെ നമുക്ക് യെസ് സൂസൻ, ഹായ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലാരിറ്റി കാര്യങ്ങളെന്നൊക്കെ എന്താ പറയുന്നത്? ഒരു ബിന്ദുമാം പറയുന്നതുമായിട്ട് OIT റീഡിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊക്കെ തോന്നുന്നുണ്ടോ? പെട്ടെന്നൊരു ദിവസം വന്ന എക്സാമിനെ കുറിച്ച് എന്താ അറിയോ? നമ്മുടെ സാറ്റർഡേ നമ്മുടെ എക്സാം എഴുതാൻ കുറേ പിള്ളേർ പോകുന്നുണ്ട്, അല്ലേ? നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്കറിയാം, കുറേ പേര് നമ്മുടെ ലൈവ് കണ്ടിട്ട് പഠിച്ച് എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ട്.
യെസ്, ക്രിസ്റ്റീന എന്നാ പറയാൻ പോകുന്നത്? മാം, ഐ ഗോട്ട് മൈ റിസൾട്ട് ബൈ ഗോഡ്സ് ഗ്രേസ്. ഐ ഗോട്ട് റീഡിങ് 360 ആൻഡ് വാച്ച് യുവർ റീഡിങ് വീഡിയോസ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിൻ്റെ ലൈഫിൽ ഒറ്റ ഗിഫ്റ്റേ ഉള്ളൂ. ഒരു സ്റ്റുഡൻ്റ് അടുത്തു നിന്ന് ഒരു ടീച്ചറിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗിഫ്റ്റ് ഈ ഒരു റിസൾട്ട് തന്നെയാണ്. അല്ലാതെ വേറൊരു ഗിഫ്റ്റ് എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ടീച്ചറിന് ഈ ഒരു ഗിഫ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് കിട്ടിയതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇപ്പോൾ ക്രിസ്റ്റീന എനിക്കൊരു ഗിഫ്റ്റ് തന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ക്രിസ്റ്റീനയുടെ മെസ്സേജ് കണ്ടോ? റീഡിങ് ലൈവ് കണ്ടു, ക്രിസ്റ്റീനയെ അത് നന്നായി ഹെൽപ്പ് ചെയ്തു. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്റ്റീന റീഡിങ്ങിന് 360 കിട്ടിയിട്ടും നമ്മുടെ ലൈവിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലേ. അതും ഒരു സപ്പോർട്ടാണ്. അത് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷനാണ്. നമ്മൾ പഠിക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്രീംസ് ഫുൾഫില്ല് ചെയ്യുന്നു എന്നുള്ളതല്ല, വേറൊരാളുടെ ഡ്രീം ഫുൾഫില്ല് ചെയ്യാൻ പാർട്ട് ടൈം മാറുക. ദാറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് ഞങ്ങളുടെ ഹോൾ ടീം, ടിജൂസ് അക്കാഡമിയുടെ മാത്രമല്ല, ടിജൂസിൻ്റെ ടീം എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അല്ലേ, ലൈവിൻ്റെ ആൾക്കാരുടെ എല്ലാവരുടെയും ഒക്കെ കൺഗ്രാജുലേഷൻസ്. യെസ്, സജിക്ക് ക്ലാസ് ഇഷ്ടമാണ് റീഡിങ്ങിൻ്റെത്. ഓക്കെ, വെരി ഗുഡ്, ഹാപ്പി ടു ഹിയർ. നിങ്ങളെല്ലാവരും പഠിക്കണം കേട്ടോ. പഠിച്ച് നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണം. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എവിടെയും. നമ്മൾ ബ്രേവ് ആവണം. ധൈര്യമുള്ളവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ധൈര്യമില്ലാതെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നവരൊക്കെ ജയിക്കാൻ പാടാണ്. ജയിക്കണമെങ്കിൽ ധൈര്യം ഉണ്ടാവണം. യെസ്, ഫെബ്രുവരി 10 എക്സാം എഴുതുന്നു സജിക്ക് ഓൾ ദ ബെസ്റ്റ്. സജിക്ക് നന്നായി ഇതെല്ലാം കണ്ടിട്ട് പഠിക്കണം കേട്ടോ. ക്രിസ്റ്റീന നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്, ലൈവാണ്. യെസ്, ജിഷ, എല്ലാവരോടും സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് തരുന്ന വലിയ വലിയ ഗിഫ്റ്റുകളാണ് ഈ തന്നിരിക്കുന്ന ഈ പഠിച്ചു, നന്നായി മനസ്സിലായി, പരീക്ഷ എഴുതി പാസ്സായി എന്നുള്ളത്. അപ്പോൾ എന്നോട് എൻ്റെ ക്ലാസ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗിഫ്റ്റ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. നല്ല റിസൾട്ട്. അതിലും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടീച്ചറോട്, എന്നോടൊന്നല്ല, ഏത് മൊഡ്യൂളാണ്, ഏത് ടീച്ചറാണ്, എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ആൾക്ക് നിങ്ങൾക്കിടെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഓക്കെ, നമ്മളപ്പം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയാമോ? നമ്മളപ്പം ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. പോസിറ്റീവായിട്ട് വിചാരിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, സക്സസ്സിനെ വിഷ്വലൈസ് ചെയ്യുക, അല്ലേ? ഇത്രയേ ഉള്ളൂ. പിക്ചറൈസ് ഇൻ യുവർ മൈൻഡ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദ എക്സാം. യെസ്, ഓക്കെ. യെസ് സജി, യെസ്, ബട്ട് ഐ കൺസിഡർ റിഗാർഡിങ് റീഡിങ് എക്സി പാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട എന്താണെന്നറിയാമോ? റീഡിങ്ങിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം ഉണ്ടെന്ന്, ഹൗ ടു റീഡ്. ഇതൊരു സംഭവമാണ്. ഹൗ ടു റീഡ് 3 പാട്ടും 3 രീതിയിലാണ് വായിക്കേണ്ടത്. നമ്മൾ ചില ആൾക്കാരോട് 3 പേരോട് 3 രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലേ? ഓരോ പേഷ്യൻറ്റിനോട് ഓരോ രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലാസ്സിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനോട് ഓരോ രീതിയിൽ, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഈ സാധനം ഉണ്ടല്ലേ. അതുപോലെ നമ്മൾ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഓരോ പാട്ട് വരുമ്പോഴും നമ്മളും ഇതിനെ ഡിഫറെൻറ്റ് രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യണം. അതായത് ഹൗ ടു റീഡ്, അതായത് ഇപ്പോൾ പാർട്ട് എ റീഡ് ചെയ്യേണ്ട മെത്തേഡ് അല്ല പാർട്ട് ബിക്ക്, പാർട്ട് ബി റീഡ് ചെയ്ത മെത്തേഡ് അല്ല പാർട്ട് സിക്ക്. ഈ 3 പേർക്കും ഹൗ ടു റീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ റെഡിയാക്കി സെറ്റാക്കി മനസ്സിൽ കൊണ്ട് റെഡിയാക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒന്ന്, പാർട്ട് എ ഹൗ ടു റീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് പാർട്ട് എ എന്താ പറയുന്നത്, സ്പീഡ് റീഡിങ് ടാസ്ക്കാണ്. ഒരു സംശയമില്ല. ടൈമാണ് അവിടുത്തെ ചാലഞ്ചായിട്ടുള്ള, അല്ലെങ്കിൽ ടൈം ആയിരിക്കും അവിടുത്തെ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കേണ്ട, അല്ലേ? അപ്പോൾ ടൈം തന്നെയാണ് അവിടുത്തെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അപ്പം ഈ ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുറച്ച് സമയം കൊണ്ട് എക്സാമിന് പോകുമ്പോൾ ഈ ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമല്ലേ? പാർട്ട് സിയുടെ ടൈം എങ്ങനെ പാർട്ട് എയുടെ ടൈം എങ്ങനെ യൂട്ടിലൈസ്, ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടാൽ മതി. പാർട്ട് എയിൽ സ്കിം ആൻഡ് സ്കാൻ ടെക്നിക്ക് ഉപയോഗിക്കുക. ഒരു സംശയമില്ല. സ്കിം ആൻഡ് സ്കാൻ എന്ന് നിങ്ങൾ ഓർക്കണ്ട, ക്വിക്ക് റീഡിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുക. സ്കിം സ്കാനൊക്കെ വിട്ടേക്ക്. 2 ക്വിക്ക് റീഡിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുക. 1 സ്കിമ്മിങ്. ഇത്രയേ ഉള്ളൂ. മെയിൻ ഐഡിയാസ് കളക്ട് ചെയ്യാൻ പഠിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് ഡീറ്റെയിൽസിലേക്കൊന്നും പോകാതെ മെയിൻ പോയിൻറ്റ്സ്, ഇതെന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ല, ഇതെന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ആ ഒരു മെയിൻ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. ആൻഡ് അതിൽ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്, ഡെഫിനിഷൻസ്, ചില ക്യാപിറ്റൽ ലെറ്റേഴ്സുകൾ, ചില പേരുകൾ, ചില നമ്പേഴ്സ്, ചില പെർസെൻറ്റേജുകൾ, ഡേറ്റ്, അങ്ങനത്തെ കുറേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ വരും. അതും ഒന്ന് കളക്ട് ചെയ്ത്, ദാറ്റ് സ്കാനിങ്. ഈ 2 സംഭവമാണ് നമുക്ക് അത്യാവശ്യം. ഇതിന് ഏറ്റവും എളുപ്പം ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽസ് നോക്കുക. ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്സ് റീഡ് ചെയ്യുക. ഓരോ പാരഗ്രാഫിൻ്റെയും എന്താ പറയുന്നത്, ക്വിക്ക് റീഡിങ് നടത്തുക. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ടറി ലൈൻസ്, തുടക്കം, മനസ്സിലായോ? ഇതെല്ലാം എടുത്തുകൊണ്ട് അപ്പം പാർട്ട് എയിൽ ഇത്രയുള്ള 3 കാര്യങ്ങൾ ഓർക്കുക. 1 ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽസ് ഇമ്പോർട്ടൻ്റാണ്.
സ്കിം ചെയ്ത് ജനറൽ ഐഡിയാസ്, മെയിൻ ഐഡിയാസ് ആൻഡ് സ്കാൻ ചെയ്ത് സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് വേർഡ്സ്, കീവേഡ്സ്, ഈ പറയുന്ന പീസസ് ഓഫ് ഇൻഫർമേഷൻ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്നാൽ ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ്, പർട്ടിക്കുലറായിട്ട് അങ്ങനത്തെ ഇൻഫർമേഷൻ. സ്കിമ്മിങ്ങിൽ അത് ആവശ്യമില്ല, സ്കിമ്മിങ്ങിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രം മതി. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എൻ്റെ ലൈവ് ഞാൻ ഇന്ന് സ്ലൈഡ്സ് മനഃപൂർവ്വം പ്രിപ്പയർ ചെയ്യാനാണ്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളത് നോട്ട് തയ്യാറാക്കണം. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലായ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്കൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വേഗം പിടി കിട്ടും. അപ്പോൾ എ പാർട്ടിൽ ഈ 3 കാര്യങ്ങൾ. ആൻഡ് നമ്മളെവിടെ പോകുന്നു? അത് കഴിഞ്ഞിട്ട് പാർട്ട് ബിയിലേക്ക് പോകുന്നു. പാർട്ട് ബിയിൽ വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് സമയമുള്ളൂ. അവിടെ നമുക്ക് 6 ക്വസ്റ്റ്യൻ ചെയ്യണം. വർക്ക് പ്ലേസ് റിലേറ്റഡ് ടെക്സ്റ്റാണ്. വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോലി സ്ഥലത്ത് ഹെൽത്ത് കെയർ വർക്കർക്ക് ഡീല് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഡീല് ചെയ്തിട്ടുള്ള മെയിലുകളോ ഹയർ അതോറിറ്റിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള മെമ്മോ ആവാം, മെയിലാവാം, നോട്ടീസ് ആവാം, ഗൈഡ് ലൈൻസ് ആവാം, അല്ലേ? ഏത് പ്രൊസീജിയർ ചെയ്യാനും ഗൈഡ് ലൈൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസോ പ്രോഡക്ട്സോ ഒക്കെ വരുമ്പോഴത്തേക്കും മാനുഫാക്ചർ തരുന്ന ചില സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു യൂസ്, അല്ലേ? ജനറൽ ഇൻസ്ട്രക്ഷൻസ് തരുന്ന മാനുവൽസ്, യൂസേഴ്സ് മാനുവൽ, ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് ബിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർട്ട് ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ അറിഞ്ഞു വെക്കുക, നമുക്കൊരു 10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു 1.5 മിനിറ്റ്, അല്ലെ 1.5 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കണം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽസ് നോക്കി വയ്ക്കുക, ഏത് ടൈപ്പ് ഡോക്യുമെൻ്റാണ്, അല്ലേ? യൂസേഴ്സ് മാനുവൽ ആണോ, ഗൈഡ് ലൈൻ ആണോ, ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആണെന്ന് നോക്കി വയ്ക്കുക, അതിൻ്റെ യൂസ് എന്താണെന്ന് അറിയുക. അതായത് ജനറൽ നോളജിൽ ഇപ്പോൾ ഗൈഡ് ലൈൻ എന്ന് കാണുമ്പോഴത്തേക്ക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ല, സെറ്റ് ഓഫ് റൂൾസ് ആണ്, വി ഹാവ് ടു ഫോളോ ഇറ്റ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചില ഐഡിയാസ് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക. യെസ്, ടീന ആൻ്റണി, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു TGS അക്കാഡമീസ് OIT റീഡിംഗ് ലൈവ് സെഷൻ. ആൻഡ് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ സി വി ആർ ഡിസ്കസിങ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മീൻസ് നമ്മുടെ എന്താ പറയുന്നത്, OIT റീഡിങ് എക്സാമിന് മുന്നായിട്ട് റീഡിങ് വി ആർ റിവൈസിങ് ഇറ്റ്, അല്ലേ? നമ്മളൊരു റിക്കലക്ഷൻ ഓഫ് വാട്ട് വി ഹാവ് ഓൾറെഡി ലേൺഡ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതെന്ന് ഓർത്ത് വെക്കണം. അതായത് വെൻ വി ഗോ ഫോർ എക്സാം നമ്മുടെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ടായിരിക്കണം. യെസ് മറിയാമ്മ, ഗുഡ് മോർണിംഗ്. കാരണം ഞങ്ങളുടെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് മലയാളീസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ. ഇൻ ബിറ്റ്വീൻ നമ്മൾ ലാംഗ്വേജ് മാറി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്നിട്ടും ഞാൻ അവിടെ നോക്കുന്ന ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിട്ടും ടീന നമ്മുടെ ക്ലാസ് കാണുന്നു. ആൻഡ് യുവർ ക്ലാസ്സസ് ആർ സോ നൈസ് എന്നുള്ള കമൻറ്റിലേക്ക് വന്നിരിക്കുന്നു. യെസ് സാദിയ, ജാഫർ, മറിയാമ്മ, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ട് ബി അല്ലേ? പാർട്ട് ബിയിൽ അതായത് ഒരു ഫൈവ് തിങ്സ്. ഫസ്റ്റ് വൺ, ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ്. അതായത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ വെദർ അതൊരു എന്താ പറയുക, മെമ്മോ, ഈസ് ഇറ്റ് എ മെമ്മോ, ഒരു മെയിൽ, ഒരു നോട്ടീസ്, അങ്ങനെ ഏതെങ്കിലും ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, ദ പർപ്പസ് ഓഫ് ഇറ്റ്, ദ യൂസ് ഓഫ് ഇറ്റ്, അല്ലേ? എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൈഡ് ലൈൻസ് ആണെങ്കിൽ ഗൈഡ് ലൈൻസ് ആർ എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ആർ സെർട്ടൺ സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലേ? റെഗുലേഷൻസ് ആണ്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതാണ് 1 and 2 സ്റ്റെപ്സ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ്, ക്വിക്ക് റീഡിംഗ് നടത്തുക. വി ടു മേക്ക് എ ക്വിക്ക് റീഡിംഗ് അല്ലെങ്കിൽ ഒരു സ്കിമ്മിങ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ ഓഫ് ദ ഡോക്യുമെൻറ്റ്. അതാണ് 3-ാമത്തെ കാര്യം. കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ആൻഡ് ദ ഫോർത്ത് തിങ് ഈസ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സിൽ നിന്നും ഒരു കൺക്ലൂഡിങ് പോയിൻറ്റിലേക്ക്, അതായത് ഒരു ജിസ്റ്റ്, ദ കോർ എലമെൻറ്റ്, ദ കോർ ഐഡിയ, ദ സെൻട്രൽ ഐഡിയ, അതായത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ വിത്തൗട്ട് എവറി ഡീറ്റെയിൽസ്, ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇതെന്താണ്, വാട്ട് ഈസ് ദിസ് ഡോക്യുമെൻറ്റ് ടോക്കിംഗ് അബൌട്ട്, എന്തിനെക്കുറിച്ചുള്ളതാണ്, അല്ലേ? വാട്ട് ഇൻഫർമേഷൻ ഈസ് ട്രൈങ് ടു ഗെറ്റ് അക്രോസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും, കോർ മീനിങ്, ദ സെൻട്രൽ ഐഡിയ, ജിസ്റ്റ്. 4-മതായിട്ട് ജിസ്റ്റ് എടുത്തു. ആൻഡ് 5th പോയിൻറ്റ്, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും 5th പോയിൻറ്റിലേക്ക് അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പാർട്ട് ബി ഏകദേശം നമുക്ക് പിടികിട്ടും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓപ്ഷൻസ് വായിക്കാം. ആഫ്റ്റർ റീഡിങ് ദ ക്വസ്റ്റ്യൻ, ഇഫ് യു വോണ്ട് യു ക്യാൻ റീഡ് ദ ഓപ്ഷൻസ്, ദെൻ യു ക്യാൻ ഗോ ടു ദ ടെക്സ്റ്റ്. എങ്ങനെ വേണമെങ്കിലും. ഓർ റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, അതിനൊരു ചേഞ്ചുമില്ല. റീഡ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇഫ് യു വോണ്ട് യു ക്യാൻ റീഡ് ദ പാസേജ്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷൻസ് വായിച്ചിട്ട് പാസേജിലേക്ക് വരാം. മനസ്സിലായോ? ക്വസ്റ്റ്യന്, ആൻസർ, ടെക്സ്റ്റ്, ഇങ്ങനെ പോവാം. QAT ഓർ QTA, ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ്, ആൻസർ, ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് വരുന്നു, നമ്മൾ വായിച്ചു നോക്കിയ എവറി ഡീറ്റെയിൽസ് നമുക്കറിയാം. ചെറിയ ടെക്സ്റ്റാണ്, ഷോർട്ട് ടെക്സ്റ്റ്. വിൽ ഗെറ്റ് ഷോർട്ട് ടെക്സ്റ്റ് ഇൻ പാർട്ട് ബി, അല്ലേ? അപ്പം നമ്മളത് ഷോർട്ട് ടെക്സ്റ്റ് ആണെങ്കിൽ പോലും എവറി ഡീറ്റെയിൽ അവിടെ ആവശ്യമാണ് പാർട്ട് ബിയിൽ കേട്ടോ. എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കിയിരിക്കണം.
എന്നിട്ട് അതിനകത്ത് മെയിൻ ഐഡിയ എടുക്കാൻ പഠിക്കണം. അതിൽ നിന്ന് ആ വായിച്ച് നോക്കിയതിൻ്റെ മെയിൻ ഐഡിയ എന്ന് ജിസ്റ്റിലേക്ക് പോകാൻ നോക്കണം, പർപ്പസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പാർട്ട് ബിയിൽ യൂഷ്വലി 2 ഓപ്ഷൻസ്, ഒന്നൊരു കോൺട്രഡിക്റ്ററി ഐഡിയ ഉണ്ടാവും, ഒന്ന് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യാത്ത, നോട്ട് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്. 2 ഓപ്ഷൻസിൽ 1 it will not be mentioned in the text, and the second one, the idea is providing a contradictory meaning to the idea given in the text. ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഐഡിയ ടെക്സ്റ്റിന് കോൺട്രഡിക്റ്ററി ആയിട്ട് മീനിങ് തന്നാൽ അതും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്നറിയാമോ? പാർട്ട് സിയിൽ വരുമ്പോഴത്തേക്കും ഹൗ ടു റീഡ് പാർട്ട് സി അതോടെ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ നമ്മുടെ സമയം പോകും കേട്ടോ. ഹൗ ടു റീഡ് പാർട്ട് സി. പാർട്ട് സി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡ് ചെയ്യേണ്ട പാർട്ട്. കാരണം അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. വിൽ ഗെറ്റ് 4 ഓപ്ഷൻസ്. എന്താ പറയുക, 4 ഓപ്ഷൻസിൽ 3 എലിമിനേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. 1 ഓപ്ഷൻ ആൻസറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പാർട്ട് ബി ആൻഡ് സിയിൽ, ഞാൻ എപ്പോഴും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ്. എപ്പോഴും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദ സെയിം ഐഡിയ ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ സെയിം ഐഡിയ തന്നെയായിരിക്കും, ബട്ട് അത് എക്സ്പ്രസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. സിമിലർ ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ദാറ്റ് ഈസ് എന്താ പറയുന്നത്, പാരഫ്രൈസിങ് ഓർ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ ഒന്ന് നോക്കിയാൽ മതി. ഇന്നലെ റിലീസായ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. സോ ബി ആൻഡ് സിയിൽ ആൻസറായിട്ട് വരുന്നത് എപ്പോഴും ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് ആയിരിക്കും. അതായത് ആ ഐഡിയ ഓൾറെഡി ടെക്സ്റ്റിൽ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ്, പക്ഷേ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, അതൊരു പാരഫ്രൈസ്ഡ് ആയിരിക്കും. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ വി ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് ഉണ്ടാവും ആൻസർ. ആൻഡ് സിയിലാണെങ്കിൽ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആൻസറായിട്ട് എടുക്കേണ്ടതും അറിഞ്ഞിരിക്കണം, തെറ്റായിട്ടുള്ളതും അറിഞ്ഞിരിക്കണം, അല്ലേ? വെറുതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? എലിമിനേഷന് ടെക്നിക്സ് ഉണ്ട്, ടൂൾസ് അല്ല ടെക്നിക്സും ട്രിക്സും ഉണ്ട് എലിമിനേഷന്. അപ്പം എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. പാർട്ട് സിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത്, അത് മറക്കരുത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓതറുടെ ഒപ്പീനിയൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. റെഫറൻസ് വേർഡ്, ദിസ് ദാറ്റ് ഇറ്റ് എന്ന് പറയുന്ന യൂഷ്വലി റെഫറൻസ് വേർഡ്, അല്ലെങ്കിൽ റിസർച്ചിൽ വന്നിരിക്കുന്ന ടേംസ് തന്നിട്ട് അതിൻ്റെ ഈക്വലൻറ്റ് മീനിങ്, അതിനെ ഏത് വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യാം, അങ്ങനെ ടേംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ റൈറ്ററുടെ കൺസേൺസ്, വാട്ട് മെസ്സേജ് ഈസ് കൺവേഡ്, അല്ലേ? അല്ലെങ്കിൽ റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ്, വാട്ട് ടോൺ ഈസ് യൂസ്ഡ്, ഇതെല്ലാം അവിടെ വരും. അല്ലെങ്കിൽ ടൈറ്റിൽ ഫോർ ആർട്ടിക്കിൾ എന്ന് ചോദിക്കാം, അതായത് ഓവറോൾ ടൈറ്റിൽ ചോദിക്കാം, ടൈറ്റിൽ ഫോർ ദ പാരഗ്രാഫ് ചോദിക്കാം. അപ്പോൾ നമ്മൾ സി പാർട്ടിലെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു 5 തിങ്സ് പാർട്ട് ബിയിലെ 5 തിങ്സ് പറഞ്ഞതുപോലെ 5 തിങ്സ് ഇൻ പാർട്ട് സി ഓൾസോ നിങ്ങളവിടെ നോട്ട് ചെയ്യണം. വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് അവിടെ തയ്യാറാക്കണം. 5 തിങ്സ്. ഫസ്റ്റ് തിങ്, ദ എക്സ്പ്ലിസിറ്റ് ഓർ ഡയറക്റ്റ് മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. എപ്പോഴും പറയാറില്ല, ഒരുപാട് വീഡിയോസ് ലൈവ് എല്ലാം നമ്മൾ ചെയ്തതാണ്. പാർട്ട് സിയിലെ ഫസ്റ്റ് തിങ്, വെൻ യു റീഡ് ദ എക്സ്പ്ലിസിറ്റ് ഓർ ദ ഡയറക്റ്റ് മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്, അതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ആദ്യം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പ്ലിസിറ്റ് ഓർ ഡയറക്റ്റ് മീനിങ്. അതായത് റൈറ്റർ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സ്റ്റഡി ഫൗണ്ട്, ദ റൈറ്റർ ബിലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള ഡയറക്റ്റായിട്ട്, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിങ്ങൾ വായിച്ചിട്ടിരിക്കുന്ന സെൻറ്റൻസിൽ ആ സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മീനിങ് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അവിടെ പറയാത്ത ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലിസിറ്റ് മീനിങ്സ്, അതായത് ഇൻഡയറക്റ്റ് മീനിങ്സ്. ആൻഡ് സെക്കൻഡ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇംപ്ലിസിറ്റ് ഓർ ഇംപ്ലൈഡ് മീനിങ് ഓർ ദ ഇൻഡയറക്റ്റ് മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ഒരു ഫാക്റ്റ് പറയുമ്പോൾ ദ മീനിങ് ബിഹൈൻഡ് വാട്ട് റൈറ്റർ സെഡ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള 70% അബവ് പേഷ്യൻസ് ഗോട്ട് പെയിൻ റിലീഫ്. അപ്പം എന്താ 70% അബവിന് പെയിൻ റിലീഫ് കിട്ടി, ദാറ്റ് മീൻസ് സം പേഷ്യൻസ്, അതായത് <30 ഡിഡ് നോട്ട് ഗെറ്റ് എനി റിലീഫ്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഇൻഡയറക്റ്റ് ഐഡിയാസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുക സെക്കൻഡ് സ്റ്റെപ്പിൽ. മൂന്നാമതായിട്ട് വരുമ്പോൾ നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്? ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, റൈറ്ററുടെ ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് പഠിക്കുക, കണ്ടുപിടിച്ച് വെക്കുക. അതിന് വേർഡ്സ് ഉണ്ടാവും. റൈറ്റർ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഫേവറബിളായിട്ടോ അൺഫേവറബിളായിട്ടോ അവിടെ സംസാരിച്ചിരിക്കാം. പോസിറ്റീവ് ലാംഗ്വേജസ് ഉപയോഗിക്കാം, പോസിറ്റീവ് ടേംസ് ഉപയോഗിക്കാം. നെഗറ്റീവ് ലാംഗ്വേജോ ലിമിറ്റേഷൻസോ അൺസർട്ടനിറ്റീസോ ഉപയോഗിച്ചാൽ അത് അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡായിരിക്കും. ലാംഗ്വേജ് ടൈപ്പ്, ലാംഗ്വേജിൻ്റെ ടോൺ നോക്കിക്കഴിഞ്ഞാൽ റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫ്രേസസ്, അല്ലേ? കോമൺ ഫ്രേസസും വരാം, കോംപ്ലെക്സ് ഫ്രേസസും വരാം. അത് റിസർച്ചിൽ വരുന്ന കോമൺ ഫ്രേസസും വരാം. കോംപ്ലെക്സ് ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എസ്പെഷ്യലി യൂസ്ഡ് ഇൻ മെഡിക്കൽ റിസർച്ച്, അതും വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓൾറെഡി. വി ഷുഡ് നോ ദ അക്യുറേറ്റ് മീനിങ് ഓഫ് ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, സെൻറ്റൻസ്, നമ്മൾ ആദ്യം ഡയറക്റ്റ് മീനിങ് പറഞ്ഞില്ലേ, അവിടെ എന്താ വേണ്ടത്? അവിടെ സെൻറ്റൻസ് ടൈപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ് അറ്റ് ദ സെൻറ്റൻസ് ലെവൽ. ഓരോ സെൻറ്റൻസും തരുന്ന ഐഡിയയും അതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കണം. കാരണം അവിടെ കണക്റ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ റിലേഷൻഷിപ്പ് മനസ്സിലാവും. ചില
കണക്റ്റേഴ്സ് വെച്ച് കോൺട്രഡിക്റ്ററി റിലേഷൻ വരും. ആദ്യം പറയുന്ന കാര്യത്തിന് നേരെ വൈലെന്നോ ഹവറോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് വരും, പെട്ടെന്ന് ഐഡിയയെ ഓപ്പോസിറ്റ് ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ എക്സാമിന് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാമിന് പോകുമ്പോൾ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് സീൽ 5 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. ആദ്യം ഡയറക്റ്റ് മീനിങ്, അതിനകത്താണ് കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ, ഐഡിയ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. 2, അതിൻ്റെ തന്നെ ഇൻഡയറക്റ്റ് മീനിങ്, പറയാത്ത എന്തെങ്കിലും, അതായത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള എന്നാൽ അവിടെ എക്സ്പ്രസ് ചെയ്യാതെ തന്നെ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ടീന ചോദിക്കുന്നു, ഡു ദേ യൂസ് ഫെമിലിയർ ഇഡിയംസ്? പറയാൻ പറ്റില്ല. ഫെമിലിയർ ഇഡിയംസ് ഇൻ ദ സെൻസ് മെഡിക്കൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഇഡിയംസ് അവിടെ വന്നേക്കാം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ, പേവ് ദ വേ അല്ലേ, ഷെഡ് ദ ലൈറ്റ്, ദ ജൂറി ഈസ് ഔട്ട്, ഇതൊക്കെ മെഡിക്കൽ റിസർച്ചിൽ വരുന്ന കുറച്ച് ഇഡിയംസ് ആണ്, ഫ്രേസസ് ആണ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പം നിങ്ങൾ മെഡിക്കൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഡിയംസ് അത് നിങ്ങൾ ഡെയിലി വായിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൽ നിന്ന് കിട്ടുന്ന എല്ലാം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം എലിമിനേഷൻ പാർട്ട് സിയിൽ വരുമ്പോൾ ഒരുപാട് എലിമിനേഷൻ ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് 4 ഉള്ളൂ. അതിൽ1 ആൻസർ 3 തെറ്റാണെങ്കിൽ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സുകൾ, നിങ്ങൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എലിമിനേഷൻ ടെക്നിക്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് കുറേ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഈ ദ മോസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്യണം. ദ മോസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് രണ്ട് കാര്യങ്ങളാണ്. ദ മോസ്റ്റ് മീൻസ് സിംഗുലർ, ഒന്നേ ഉള്ളൂ. വൺ ഓഫ് ദ മോസ്റ്റ് പ്ലൂറലാണ്, പലതിലൊന്നാണ്. വൺ അമംഗ് ദ മെനിയാണത്. അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ ഏജ് ഒക്കെ വരുമ്പോഴത്തേക്കും 65 ഇയേഴ്സ് അബവ് വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് 65 ആൻഡ് എബവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 65 ഇയേഴ്സ് എബവ് ഡസൻറ്റ് ഈക്വൽ, അതെന്താണ് 65 ഇയേഴ്സ് എബവ് എന്ന് പറയുന്നത് ഒരിക്കലും 65 ആൻഡ് എബവ് വരത്തില്ല, 66 ആൻഡ് എബവ് ആണ്. പിടികിട്ടിയോ? അപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ആ ഓപ്ഷൻസ് ചൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് എപ്പോഴും തെറ്റിക്കുന്നത് ജനറൽ ടു സ്പെസിഫിക് ഇൻഫർമേഷൻ. പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫിൽ തിരിച്ച് ക്യാൻസർ എന്ന് മാത്രം ജനറലൈസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ലങ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ട്യൂമേഴ്സ് എന്ന് മാത്രം പറയുക. അപ്പം ജനറൽ സ്പെസിഫിക് ആക്കുക, സ്പെസിഫിക്കിന് തിരിച്ചു വരാം. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഇൻകംപ്ലീറ്റ് ഐഡിയാസിനെ എലിമിനേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ഇട്ടിട്ട് പറയുന്നൊരു കാര്യമാണ്, എന്നിട്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രം ആൻസറിലേക്ക് വരും. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, ഇഫ് ദർ ഇസ് എ ലാംഗ്വേജ് ബാരിയർ ബിറ്റ്വീൻ ദ മെഡിക്കൽ പ്രാക്ടീഷണർ ആൻഡ് ദ പേഷ്യൻറ്റ്, അങ്ങനെ പറയാണ്, ഇഫ് ദർ ഇസ് എ ലാംഗ്വേജ് ബാരിയർ ബിറ്റ്വീൻ ദ മെഡിക്കൽ പ്രാക്ടീഷണർ ആൻഡ് ദ പേഷ്യൻറ്റ്, അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനിൽ ദേ ഹാവ് ടു യൂസ് ആൻ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററെ ഉപയോഗിച്ചിരിക്കണം. മനസ്സിലായോ? ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ അതിന് പകരം ദേ വിൽ യൂസ് അല്ലെങ്കിൽ ദേ ഹാവ് ടു യൂസ് അൻ ഇൻ്റർപ്രറ്റർ ഓർ എ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാ. ആ ഇഫ് അവിടെ വന്നിട്ടില്ല. പിടികിട്ടിയോ? അപ്പോൾ അവിടെ ഇഫ് വരാതെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാഫ് മാത്രം, ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സെയിം അതേപോലെ തരുന്നു, അതിൻ്റെ കൂടെ അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നു. പിടികിട്ടിയോ? ഇൻകംപ്ലീറ്റ് ആക്കുന്നത് പോലെ തന്നെ ഉള്ള ഇൻഫർമേഷൻ തന്നിട്ട് ആവശ്യമില്ലാത്തൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ അതിൽ ചേർത്താൽ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിവേഴ്സ് ഐഡിയാസ്, ഇത് കേട്ടിട്ട് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. റിവേഴ്സ് ഫാക്റ്റ്, ഒരു കാര്യം കോസായിട്ട് പറഞ്ഞതിനെ കോൺസിക്വൻസ് ആക്കി ചേഞ്ച് ചെയ്യുന്നു. പിടികിട്ടിയോ? അതായത് ഡിസ്ലെക്സിയ കോസസ് ബ്രെയിൻ ചേഞ്ചസ്, കണ്ടോ? ഡിസ്ലെക്സിയ ബ്രെയിൻ ചേഞ്ച് ഉണ്ടാക്കുന്നു. അതിന് പകരം ഡിസ്ലെക്സിയ ഈസ് കോസ്ഡ് ബൈ ബ്രെയിൻ ചേഞ്ചസ്. തെറ്റാ. ബ്രെയിൻ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഡിസ്ലെക്സിയ ഉണ്ടായതെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ലെക്സിയ കോസസ്, തിരിച്ചും മറിച്ചും പറയാം. ടെക്സ്റ്റിൽ 2 രീതിയിലും പറയാം. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു ഡിസ്ലെക്സിയ ഈസ് കോസ്ഡ് ബൈ ബ്രെയിൻ ചേഞ്ചസ് എന്ന് വിചാരിക്കുക. ഈസ് കോസ്ഡ് ബൈ, ഡിസ്ലെക്സിയ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ബ്രെയിൻ ചേഞ്ചസ് ഉള്ളതുകൊണ്ട്. ഓപ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ഡിസ്ലെക്സിയ കോസസ് ബ്രെയിൻ ചേഞ്ചസ്, അതായത് ഡിസ്ലെക്സിയ ബ്രെയിൻ ചേഞ്ച് ഉണ്ടാക്കുന്നു. കോൺസിക്വൻസ് അവിടെ പറ്റിപ്പോയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ റിവേഴ്സ് ഒത്തിരി ഉണ്ട്, അങ്ങനത്തെ എലിമിനേഷൻ. നമുക്കെല്ലാം കൂടി പറയാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സാം, അപ്പം ഇനി വരാൻ പോകുന്ന എക്സാം എനിക്ക് തോന്നുന്നു ജനുവരി 27 ആണ് അല്ലേ? അപ്പോൾ 27 എക്സാം എഴുതുന്നവരെയാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എക്സാമിന് പറയുന്ന കാര്യം മനസ്സിലേക്ക് വന്ന് ഐഡിയ, എക്സാം എഴുതാൻ പോകുന്ന നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എന്തായാലും OET ക്രാക്ക് ചെയ്തിരിക്കും എന്ന് ഉള്ളൊരു ഡിറ്റർമിനേഷനിലൂടെ ഇരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് റീഡിങ്ങിൽ നമ്മൾ, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈവിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈവ് ഇൻ ദ സെൻസ് നമുക്ക് റീഡിങ്ങിന് വീക്ക്ലി ഇവിടെ ഞാനിപ്പം മാവേലിക്കര ആൻഡ് ഐ എം ബിന്ദു
പേരൊക്കെ ചിലർക്കറിയാം, ചിലർക്കറിയില്ല. OITയുടെ റീഡിങ് ഫാക്കൽറ്റിയാണ്. അപ്പം മാവേലിക്കര ബ്രാഞ്ച് ടീച്ചേഴ്സ് അക്കാഡമിയുടെ. അപ്പം ഞാൻ എൻ്റെ ലൈവ് സെഷൻസ് പോകുന്നത് എവിടെയാണ്? വെനസ്ഡേയ്സ് ആണ് ഈവനിങ്. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിലില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ഉണ്ടെന്ന് എല്ലാത്തിൻ്റെയും, എല്ലാ ലൈവിൻ്റെയും മാറി മാറി ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈവ് കാണുക. എന്ത് ചെയ്താലും അതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ നോക്കുക കേട്ടോ. നമ്മുടെ സമയം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes നമ്മൾ സ്പെൻഡ് ചെയ്താൽ ലെറ്റ് ഇറ്റ് ബി പ്രൊഡക്റ്റീവ്. ജ്യോതി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെയിലി ലൈവ് ടൈമിംഗ് ക്ലാസ്. നിങ്ങൾ ടീച്ചേഴ്സ് അക്കാഡമി ചാനൽസ് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബിലാണ് ഡെയിലി ലൈവ്സ് ഉള്ളത്. യെസ് ടീന, വെൽക്കം ടു അവർ അക്കാഡമി. സ്പെഷ്യൽ ക്ലാസ്സസ് നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ അവൈലബിലിറ്റി, ഞങ്ങളിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓഫ്ലൈനിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടും. ധൈര്യമായിട്ട് പോരാ കേട്ടോ. വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പം ടീനയെ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം. സജിക്ക് വരണം അല്ലേ? സജിക്ക് എക്സാം ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ മാം സ്പെഷ്യൽ ഉണ്ട്. സജി ക്ലാസ് കിട്ടും. എക്സാം ബാച്ച് റീഡിങ് എടുക്കുന്നുണ്ടെന്നാണ് കേട്ടോ. അതൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോന്നോളൂ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ റിസൾട്ട് നമ്മൾ രണ്ടും ആവശ്യം ഒന്ന് തന്നെയാണ്. യെസ് സജി, നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റീഡിങ്. അപ്പം ഇന്നത്തെ സെഷൻ എനിക്ക് തോന്നുന്നു വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു ടൈമായി. അപ്പം ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയിരിക്കുന്നത് കാര്യങ്ങൾ. നിങ്ങളപ്പോൾ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തൊക്കെ കേട്ട് നോട്ടൊക്കെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് ഈ നോട്ട് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ ഇതിനെ ഒന്ന് പോയിൻറ്റ്സ് ആക്കി എഴുതി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സാമിന് പോകാൻ പോകുന്നവർക്ക് എന്താ പറയുന്നത്, ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രേ ഉള്ളൂ. നമ്മളിനി പുതുതായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് വർക്ക് എന്തെല്ലാം എഫേർട്ട് ഇട്ടോ അതെല്ലാം നമുക്ക് അതിനുള്ള ഫലം അവിടെ കിട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് വേണം. ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഇനി ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇപ്പം നമുക്ക് ലാസ്റ്റ് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വായിക്കാൻ സമയമില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കല്ല. അങ്ങനെ സമയമില്ലാതെ വരരുത്, സമയമില്ലാതെ വരാൻ പാടില്ല. പക്ഷേ എന്നാലും എന്താ പറയുക, അങ്ങനൊരു സിറ്റുവേഷൻ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനൊരു സിറ്റുവേഷൻ വരുവാണ്, വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള, അതായത് വായിക്കാൻ സമയം കിട്ടുന്നില്ല, തീരാറായി, ഇനി ഇച്ചിരി സമയമുള്ളൂ, വിശദമായി വായിക്കാൻ സമയമില്ല. അവിടെ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ടൈം വായിക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ് അല്ലേ? കാരണം ദീസ് ഓഫൺ കണ്ടെയ്ൻസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓർ സമ്മറൈസേഷൻ ആയിരിക്കും ഫസ്റ്റ് സെൻറ്റൻസിലും ലാസ്റ്റ് സെൻറ്റൻസിലും വരാൻ പോകുന്നത്. തുടക്കം ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ സമ്മറൈസ് ചെയ്യുന്ന കൺക്ലൂഡിങ് കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്ത് വെപ്പിക്കുക പെട്ടെന്ന് അല്ലേ? ട്രെയിൻ യുവർ സെൽഫ് ടു റീഡ് ക്വിക്ക്ലി വൈൽ റീറ്റൈനിങ് കീ ഇൻഫർമേഷൻ. അവിടെ പാർട്ടായിട്ടൊക്കെ വായിക്കും. ഒരിടത്ത് സ്റ്റക്കായി നിൽക്കരുത്, വേഗം വായിക്കാം. പിന്നെ പെൻസിൽ യൂസ് ചെയ്ത് ഇങ്ങനെ പേനയൊക്കെ ലൈനിൽ വെച്ച്, പേനയല്ല പെൻസിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ ലൈനിൽ വെച്ച് വായിച്ച് പോയാൽ മതി. ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അപ്പം നമ്മൾ തിരിച്ചു പോയി റിവേഴ്സ് വായിക്കത്തൊന്നുമില്ല. നേരെ നമ്മുടെ പെൻസിൽ മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണും കൂടെ മൂവ് ചെയ്ത് പൊക്കോളും കേട്ടോ. അങ്ങനെയൊക്കെ വിചാരിക്കാം. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഗസ് നടത്തുക ലാസ്റ്റ് മൊമെൻറ്റിൽ. സമയമില്ലാത്ത ക്വസ്റ്റ്യന് സ്ട്രാറ്റജിക് ഗസ്, മേക്ക് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്. ഞാൻ പറഞ്ഞു ഓൾറെഡി. അതായത് എഡ്യൂക്കേറ്റഡ് ഗസസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ യു ഡിഡ് മാനേജ് ടു റീഡ്. നിങ്ങൾ വായിക്കാൻ അവിടെ ഒരു ട്രൈ ചെയ്തില്ലേ? യു ഡിഡ് മാനേജ് ടു റീഡ് അല്ലേ? ജസ്റ്റ് ഉള്ളത് വെച്ച് ഇൻട്രൊഡക്ടറി അല്ലെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ ലൈനും കൺക്ലൂഡിങ് ലൈൻസൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? അത് വെച്ചൊരു സ്ട്രാറ്റജിക്കൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്, അതിൻ്റെ ബേസിൽ ഗസ് എടുത്താൽ, അല്ല ചുമ്മാ ഗസ് ചെയ്ത് സമയമില്ല എയോ ബിയോ നടത്താതെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും വായിച്ചിട്ടൊരു ഗസ് എടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം കൂടുതൽ വീഡിയോസ്, OIT റിലേറ്റഡ് ഇൻഫർമേഷൻ എല്ലാത്തിനും ഇത്രയേ ഉള്ളൂ. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ടീച്ചേഴ്സ് അക്കാഡമിയുടെ പേജസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ടിപ്പ് വീഡിയോസ്, ലൈവ് ക്ലാസ്സസ് എല്ലാം. അപ്പം എൻ്റെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം ക്ലാസ് ഭയങ്കര കെയർഫുള്ളായിട്ട്. യെസ് സാദിയ, യെസ് സാദിയ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ഡിജോസ് എക്സാം ഓൺ 27. യെസ് സാദിയ, വെരി ഗുഡ്. അപ്പോൾ ഇതെല്ലാം ഓർത്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും എന്താ പറയുന്നത്, എക്സാമിന് നല്ല റിസൾട്ട് കിട്ടട്ടെ. നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഈ 2024 ഫുൾഫിൽ ആവട്ടെ. ടേണിംഗ് പോയിൻറ്റ്സ്, നല്ല ടേണിംഗ് പോയിൻറ്റ്സ് ലൈഫിലേക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാ ഇപ്പോഴത്തെയും പോലെ ഞാൻ നിങ്ങളെ വിഷ് ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് വൈബ്സ് സെൻഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ പോസിറ്റീവായിരിക്കാൻ നോക്കുക, എന്നാലേ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവത്തുള്ളൂ കേട്ടോ. സെൻഡിങ് യു പോസിറ്റീവ് വൈബ്സ് ആൻഡ് താങ്ക് യു. ഇപ്പം നമുക്കിവിടെ നിർത്താനുള്ള ടൈമായി. നമുക്ക് വീണ്ടും യെസ് എല്ലാവർക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ടീന, താങ്ക് യു ഓൾ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വെനസ്ഡേ നോർമൽ ലൈവ് ഉണ്ടാവും. പിന്നെ ഇത് കാണാത്തൊരു റിപ്പീറ്റ് ചെയ്ത് കാണുക, നോട്ട് തയ്യാറാക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക.